തെക്കേ ഗോപുരനട തുറന്ന് എറണാകുളം ശിവകുമാർ ഇറങ്ങിയിരിക്കുന്നു. മേളമൊക്കെ കഴിഞ്ഞു. ആളുകൾ പതുക്കെ ആ കാഴ്ച, മനോഹരമായ ആ കാഴ്ച കണ്ട് പിരിഞ്ഞു പോവുകയാണ്. കനത്ത ചൂടിൽ ആളുകൾ അതിൻ്റെ ഒരു അസ്വസ്ഥതകളൊക്കെ ആളുകളിൽ പ്രകടമാണ്. പക്ഷേ എങ്കിലും തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങ് അതിൻ്റെ ഏറ്റവും സൗന്ദര്യത്തോടുകൂടി കാണാൻ പറ്റിയ ഒരു ആവേശത്തിലാണ് ആളുകളൊക്കെ ഉള്ളത്. എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടുള്ള മണിക്കൂറിൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. നാളെ രാവിലെ മുതൽ തന്നെ ഘടകപൂരങ്ങളുടെ വരവ്, പിന്നെ മേളപ്രേമികളുടെ കാത്തിരിപ്പ് തീർച്ചയായും നാളെയാണ്. അവർ ഏറ്റവും കൂടുതൽ ആഘോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. അത് എല്ലാം അതേ മുറയ്ക്ക് നടക്കും. വൈകുന്നേരത്തെ കുടമാറ്റവും ആ ഒരു ചടങ്ങിൻ്റെ ഭാഗമായി ഉണ്ടാകും. അതിനിപ്പോൾ ഏത് സമയത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരുപക്ഷെ അതിനുവേണ്ടി അത്രയും വലിയ ഒരുക്കങ്ങൾ നടത്തിയതാണ്. അതിന് കുറച്ച് ഡിലേ ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഇതിപ്പോ ഉച്ചയ്ക്ക് മന്ത്രി കെ രാജൻ വാർത്താ സമ്മേളനം ഉൾപ്പെടെ വിളിച്ചിട്ടുണ്ട്. ഉഷ്ണതരംഗത്തിനുള്ള സാധ്യതയുണ്ട് ഇവിടെ. ഇപ്പോൾ തന്നെ നോക്കൂ, അതിശക്തമായിട്ടുള്ള ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആഘോഷ പൊലിമ കുറച്ച് നടത്തുന്നു പറയുന്ന ആ കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് നേരിട്ട് നോക്കുമ്പോൾ അല്ലേ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോഴിതാ ശിവകുമാർ അങ്ങനെ പതുക്കെ ആ ചടങ്ങ് പൂർത്തിയാക്കി പതുക്കെ താഴേക്ക് ഇറങ്ങിയാണ്. ആളുകളുമൊക്കെ ആ കാഴ്ച ഉണ്ട്. എല്ലാവരും എനിക്ക് തോന്നുന്നു കൂടുതൽ പേരും അക്ഷയ ഫോണിൽ പകർത്തുന്ന ഒരു തിരക്കാണ് അല്ലേ? എല്ലാവരും ഫോണിൽ പകർത്താനുള്ള ഒരു തിരക്ക്, അതിൻ്റെ ഒരു തിരക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകൾ പിന്നീട് ആ കാഴ്ച, ആ ചടങ്ങ് കണ്ടു, അതിൻ്റെ ഒരു ആവേശം കണ്ടു, പൂരത്തിൻ്റെ സന്തോഷം. പൂരം വിളംബരം ചെയ്യപ്പെട്ടില്ല, ഇനി ശംഖുനാഥം മുഴങ്ങി കേൾക്കണം അല്ലേ? ഇപ്പോൾ അങ്ങോട്ടേക്ക് പടിഞ്ഞാറെ ഗോപുര നടയ്ക്ക് സമീപത്തേക്ക് കടന്നു പോവുകയാണ് എറണാകുളം ശിവകുമാർ. ആളുകളൊക്കെ അവസാനമായി ചടങ്ങിൽ, ഇവിടുത്തെ ചടങ്ങുകൾ പൂർണ്ണമായിരിക്കുന്നു. സ്ഥാനത്തേക്ക് പോകും. അവിടെ നിലപാട് തറയിൽ എത്തിയ ശേഷമാണ് അതിൻ്റെ ചടങ്ങുകൾ പൂർത്തീകരിക്കുക. തീർച്ചയായും മനോഹരമായ ഒരു അനുഭവത്തോടുകൂടി തൃശ്ശൂർ പൂരം അതിൻ്റെ ഒരു പ്രൗഢിയിലേക്ക് കടന്നുവെന്ന് വേണമെങ്കിൽ പറയാം. കനത്ത ചൂട് സ്വാഭാവികമായിട്ടും പൂരപ്രേമികളെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ശ്രദ്ധ എല്ലാവരും പാലിക്കുക. പരമാവധി സൂര്യാഘാതമടക്കം ഉള്ള സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ ശ്രദ്ധ വേണം, ജാഗ്രത വേണമെന്ന് അധികൃതരും നിരന്തരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് നമ്മളും പ്രേക്ഷകരോട് പ്രത്യേകിച്ച് പറയുകയാണ്. ഇനിയും പൂര നഗരിയിലേക്ക് വരാൻ പലരായി കുഴഞ്ഞു വീഴുന്നുണ്ട്. ഇവിടെ നമുക്ക് തന്നെ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വരുന്നവരും അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരും ഒക്കെ കൂടുതൽ കരുതൽ വേണം. തൊപ്പിയും വിശറിയും ഒക്കെ പലരായി നൽകുന്നുണ്ട്. നമുക്ക് ഈ ചെണ്ടമേളത്തിൻ്റെയൊക്കെ ഒപ്പം ആളുകൾ കൈ കാണിക്കുന്നത് സാധാരണ നമ്മൾ പറയാറുണ്ട്. അതുപോലെയാണ് ഇവിടെ വിശറി ഇല്ലാത്തൊരു മനുഷ്യൻ കയ്യിലില്ല, എല്ലാവരുടെ കയ്യിലുണ്ട്. എല്ലാവരും ഇങ്ങനെ വിശിക്കൊണ്ടേയിരിക്കുന്നു. അതെ, ഒരു കയ്യിൽ മൊബൈൽ ഫോൺ. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ് കാര്യം. രണ്ട് കൈയും തുറക്കുന്ന ആ ചടങ്ങ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ്. അത് നീതലക്കാവിലമ്മ അവിടെ നിന്ന് രാവിലെ പുലർച്ചെ തുടങ്ങിയതാണ്. അവിടെ